പുസ്തക ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർ അസീസ് തരുവണ രചിച്ച് ഫിംഗർ ബുക്സ് പ്രസിദ്ധീകരിച്ച മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്ന പുസ്തകമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രശസ്ത പ്രഭാഷകനും കേരള യൂണിവേഴ്സിറ്റി അധ്യാപകനും എഴുത്തുകാരനും കൂടിയായ ഡോക്ടർ എം.എ. സിദ്ദീഖ് സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവും കോഴിക്കോട് ഫാറൂഖ് കോളേജ് അധ്യാപകനും മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും കൂടിയായ ഡോക്ടർ അസീസ് തരുവണയെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ആദ്യമായി എം.എ. സിദ്ദീഖ് സാറിനെ ക്ഷണിക്കുന്നു. മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്ന ഈ പുസ്തകം ഫിംഗർ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട അസീസ് തരുവണ മാഷാണ് ഈ സംവാദം കാരശ്ശേരി മാഷുമായി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അസീസ് തരുവണ വയനാടൻ രാമായണം മുൻനിർത്തി രാമായണത്തിൻ്റെ പ്രാദേശിക ഭേദത്തെക്കുറിച്ചിട്ടുള്ളൊരു അന്തർദേശീയ പഠനം നടത്തിയിട്ടുള്ള വിഖ്യാതനായ പണ്ഡിതനാണ്. കാരശ്ശേരി മാഷ് വ്യത്യസ്ത ചിന്താമണ്ഡലങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ തന്നെ ഒരു മതേതര മുഖവുമാണ്. ആ നിലയിൽ ഈ രണ്ട് ജൈവ ബുദ്ധിജീവികൾ, ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്ന ഗ്രാംഷിയുടെ പ്രയോഗമനുസരിച്ച് പറഞ്ഞാൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ധൈഷണിക വർത്തമാനങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ബുദ്ധിജീവികൾ മാപ്പിളപ്പാട്ട് എന്ന മേഖലയെ മുൻനിർത്തി നടത്തുന്ന ഗൗരവമേറിയ സംസാരമാണ്, ഡിസ്കോഴ്സാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇപ്പം നമ്മൾ ലോക പുസ്തകവേദികൾ പരിശോധിച്ചാൽ അറിയാം. ഞാൻ ഈ അടുത്ത കാലത്ത് ആ നിലയിൽ ശ്രദ്ധിച്ചൊരു പുസ്തകം കൂറ്റ്സയുമായി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളുടെ ഒരു കളക്ഷനാണ്. അദ്ദേഹം ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ, നൊബേൽ ലോറേറ്റ് എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ഫ്രെഡറിക് ജെയിംസനുമായി നടത്തിയിട്ടുള്ള സംവാദം, അയ്യപ്പ പണിക്കർ തന്നെ ലോകത്തിലെ ശ്രദ്ധേയരായ ബുദ്ധിജീവികളുമായി നടത്തിയിട്ടുള്ള സംവാദം, ഈ നിലയിലുള്ള സംവാദങ്ങളുടെ ഒരു കളക്ഷൻ സത്യത്തിൽ മലയാള സാഹിത്യത്തിൽ വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകം നമ്മുടെ ലിറ്റററി ഹിസ്റ്ററിയിൽ, സാഹിത്യ ചരിത്രത്തിൽ നടത്തുന്ന ഒരു ഇടപെടൽ വളരെ പ്രധാനമാണ്. അതാണ് ഒരുപക്ഷെ ഈ സംഭാഷണത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരു ഘടകമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് ഇന്ത്യയിൽ വളരെ ആധികാരികമായി സംസാരിക്കുന്ന ജി.എൻ. ദേവിയുടെ ഓഫ് മെനി ഹീറോസ് എന്ന പുസ്തകം പരിശോധിച്ചാൽ അറിയാം. പാരലൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന, സമാന്തര സാഹിത്യം എന്ന് പറയുന്ന, ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാരാ സാഹിത്യത്തിലൊന്നും ഇടം പിടിക്കാത്ത സാഹിത്യത്തെ ഉൾപ്പെടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു സാഹിത്യ ചരിത്ര സാഹചര്യം ഇപ്പോഴുണ്ട്. ഇതെല്ലാം കൂട്ടി വെച്ച് വേണം നമ്മൾ ഈ ഡയലോജിക്കായിട്ടുള്ള, സംവാദാത്മകമായിട്ടുള്ള ഈ കൃതിയെ പരിശോധിക്കാൻ. ആ നിലയിൽ ഇതിന് വരുംകാല മലയാള സാഹിത്യ സംവാദങ്ങളിൽ വലിയ പ്രസക്തി ഉണ്ട് എന്ന് ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, 1975 വർഷക്കണക്ക് അങ്ങനെയാണെങ്കിൽ കുട്ടിക്കൃഷ്ണ മാരാർ മരണപ്പെട്ട് 2 വർഷം കഴിഞ്ഞ് മാരാരിൽ ഗവേഷണം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വിദ്യാർത്ഥി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാരാരിൽ തന്നെ ഗവേഷണം ചെയ്യണമായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ ഗുരുനാഥനായ സുകുമാർ അഴീക്കോട് മാഷിനോട് ഈ ആവശ്യം പറയുന്നു, അവിടെ PG പഠനത്തിന് ശേഷം. അപ്പോൾ മാഷ് പറയുന്നൊരു കാര്യം, മാരാരെ ഗവേഷണം ചെയ്യണമെങ്കിൽ അനിവാര്യമായും താങ്കൾ സംസ്കൃതത്തിൽ ഒരു അറിവുള്ള ആളായിരിക്കണം. അതില്ലാത്ത സ്ഥിതിക്ക് താങ്കൾക്ക് അങ്ങനെ ഒരു പഠനം പൂർത്തീകരിക്കാൻ പറ്റില്ല. ഈ ഒരു നിസ്സഹായതയിൽ നിന്നാണ് ഒരുപക്ഷെ മലയാളത്തിന് പിന്നീടൊരു സൗഭാഗ്യമായി തീർന്ന
ലിറ്റററി വാല്യൂസിനെ മുൻനിർത്തി മാപ്പിള ലിറ്ററേച്ചറിനെ കുറിച്ച് കാരശ്ശേരി എന്ന വിദ്യാർത്ഥി നടത്തിയ പഠനത്തിലേക്ക് നയിച്ച സന്ദർഭം ഇതാണ്. ഇതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ 1975 ഈ ഒരു സംഘർഷാവസ്ഥയിൽ തുടങ്ങി 93 തീസിസ് സമർപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ മുൻനിർത്തി അസീസ് തരുവണ എന്ന ഗവേഷകൻ നടത്തുന്ന സൂക്ഷ്മമായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെ വികസിക്കുന്ന രസകരമായൊരു പുസ്തകമാണിത്. സത്യത്തിൽ ഈ പുസ്തകം ഒരു നോവൽ പോലെയാണ് ഞാൻ വായിച്ചത്. മാഷ് എങ്ങനെയാണ് ഈ പഠനത്തിലേക്ക് എത്തിച്ചേർന്നത്? മാപ്പിള സാഹിത്യം എന്ന് പറയുമ്പോൾ, അറബി മലയാള സാഹിത്യം എന്ന് പറയുമ്പോൾ അതിന് മലയാളത്തിൻ്റെ ഒരു സാഹചര്യം എന്താണ്, അതിൻ്റെ സാധ്യത എന്താണ്, ഇതിനകത്തെ മഹാമേരുക്കൾ ആരാണ്? ഇപ്പോൾ അതിൽ ഞാൻ നീട്ടി പറയുന്നില്ല, ഇനിയും സംഭാഷണത്തിൽ ഇടപെടാനുള്ളതുകൊണ്ട്. ഇപ്പോൾ 1607 മുഹീദ്ദീൻ മാല എന്ന കൃതിയോടുകൂടി ആരംഭിക്കുന്ന അറബി മലയാള സാഹിത്യം ഏതാണ്ടൊരു 150 വർഷം കഴിഞ്ഞിട്ട് സാഹിത്യചരിത്രപരമായ അടുത്ത കൃതി കണ്ടെത്തുന്നു. ഇപ്പോൾ കുഞ്ഞാൻ മുസ്ലിയാരുടെ പുസ്തകം കണ്ടെത്തുന്നു. ഈ 150 വർഷത്തെ ചരിത്രം അറബി മലയാളത്തിൽ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. 1607 മലയാളത്തിലെ ആദ്യത്തെ അറബി മലയാള സാഹിത്യ കൃതി എന്ന് പറയുന്ന മുഹീദ്ദീൻ മാല കണ്ടെടുക്കുമ്പോൾ തന്നെ ആ കൃതി പരിപക്വമായ അറബി മലയാള ലാംഗ്വേജിൽ എഴുതപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അറബി മലയാള സാഹിത്യത്തിന് അതിന് പിന്നീടും ചരിത്രമില്ലേ? 1852 ജനിച്ച് 1892 അന്തരിച്ചു പോയ മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പടപ്പാട്ട്, ബദർമാല, സലാസിൽ, കിസ്സപ്പാട്ടുകൾ, അനേകം ഇശലുകൾ, ഇതൊക്കെ മലയാളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത്, ബ്രിട്ടീഷുകാർ അതിനെ എങ്ങനെ സമീപിച്ചു എന്നൊക്കെ പറയുന്ന അതീവ ഹൃദ്യമായ അറിവുകളെ രസകരമായി നറേറ്റ് ചെയ്തിരിക്കുന്നൊരു സംഭാഷണം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്ന ഈ പുസ്തകം വായനക്കാരെ സംബന്ധിച്ച് അവരുടെ ഓർമ്മകളിൽ ഇടപെടുന്ന ഒരു അനുഭൂതി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് എനിക്ക് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത്. ബാക്കി മാഷ് സംസാരിച്ച് കഴിയുമ്പോഴേക്ക് ഞാൻ പറഞ്ഞോളൂ. കഴിഞ്ഞ വർഷമാണ് ഈ പുസ്തകം റിലീസ് ചെയ്തത്. ഈ പുസ്തകത്തിലേക്ക് എത്തിയ ഒരു ഘട്ടം ഞാനൊന്ന് വളരെ സംക്ഷിപ്തമായി പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സമയം വളരെ പരിമിതമാണ്. നമുക്കാകെ അനുവദിച്ച സമയം അരമണിക്കൂർ മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും ഒരു 5-6 വർഷം മുമ്പ്, സഹപീഡിക എന്നൊരു സൈറ്റിന് വേണ്ടി ഞാൻ കാരശ്ശേരി മാഷുമായി നടത്തിയ സംഭാഷണമായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അത് പ്രധാനമായും അറബി മലയാളത്തെ മുൻനിർത്തിയുള്ള ഒരു സംഭാഷണമായിരുന്നു. ആ സംഭാഷണം ഏകദേശം 12,000-ലും അധികം ആളുകൾ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ ഈ സമയത്താണ് ഇത് പുസ്തകമാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഇൻ്റർവ്യൂ ആയി പബ്ലിഷ് ചെയ്തു, അതേപോലെ തന്നെ പച്ചക്കുതിരയിലും. പിന്നീട് ഈ പുസ്തക രൂപത്തിലേക്ക് വന്നപ്പോൾ അപ്പോഴത്തേക്ക് കൊറോണ കാലം വന്നു. കൊറോണ കാലത്തിൻ്റെ ഒരു സൃഷ്ടി കൂടിയാണ് ഈ പുസ്തകം എന്ന് പറയാം. കാരണം ആ സമയത്താണ് ഈ ചോദ്യങ്ങൾ കൊടുക്കുന്നതും മാഷ് ഉത്തരം പറയുന്നതും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ MN കാരശ്ശേരിയുടെ PhD തീസിസ് മാപ്പിളപ്പാട്ടിനെ കുറിച്ചായിരുന്നു. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ മാപ്പിളപ്പാട്ടിനെക്കുറിച്ചുള്ള PhD ഗവേഷണ പ്രബന്ധവും കാരശ്ശേരി മാഷിൻ്റെതാണ്. നമുക്കറിയാം മാപ്പിളപ്പാട്ടിനെക്കുറിച്ചുള്ള ആദ്യത്തെ പഠനം തീർച്ചയായിട്ടും ഫോസറ്റിൻ്റെതാണ്. F ഫോസറ്റ് എഴുതിയ വാർ സോങ്സ് ഓഫ് മലബാർ എന്ന 1901 ഇന്ത്യൻ ആൻറ്റിക്വയറിയിൽ വന്ന പഠനമാണ് ആദ്യത്തെ മാപ്പിളപ്പാട്ട് പഠനം. അതിനുശേഷം 1947 കോഴിക്കോട് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനം നടന്നപ്പോൾ അതിൽ T ഉബൈദ് നീണ്ട ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ ഊന്നി പറയുന്നുണ്ട്. അത് ഉള്ളൂർ പിന്നീട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ, കേരള സാഹിത്യ ചരിത്രത്തിൽ മാപ്പിളപ്പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ കോട്ട് ചെയ്ത ഏതാനും വരികളുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് T ഉബൈദിൻ്റെ ഈ പ്രഭാഷണത്തിലുള്ളതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ച പതിപ്പ് 2 ലക്കങ്ങളിലായി അത് പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെ മാപ്പിളപ്പാട്ടിൻ്റെ പഠനത്തിൽ നമ്മളിങ്ങനെ ഓരോ ഘട്ടങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കാരശ്ശേരി മാഷിൻ്റെ ഗവേഷണ പ്രബന്ധത്തോടുകൂടി അല്ലെങ്കിൽ PhDയോടുകൂടി ഇതിന് പൊതുമണ്ഡലത്തിൽ വലിയൊരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൽ കടന്നുപോയത് മാപ്പിളപ്പാട്ടിൻ്റെ വിവിധ വശങ്ങളാണ്. ഒന്ന്,
അറബി മലയാളവുമായി അതിനുള്ള ബന്ധം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം 1607 മുഹിദ്ദിമാല പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 150 വർഷം കഴിഞ്ഞാണ് കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ടും നൂൽമധുഹും ഒക്കെ കണ്ടുകിട്ടുന്നത്. അപ്പോൾ അതിനിടയിലുള്ള കൃതികൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും 1865 തീക്കോക്കിൽ കുഞ്ഞമ്മദ് ഹാജി എന്നൊരാൾ തലശ്ശേരിയിൽ നിന്ന് ആദ്യമായിട്ട് അറബി മലയാളം അച്ചടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അച്ചടിയിലേക്ക് വരുമ്പോഴുള്ളൊരു പ്രശ്നം, ധാരാളം കൃതികൾ അതിനു മുമ്പ് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കെ അബ്ദുൽ കരീമിൻ്റെ അഭിപ്രായത്തിൽ 6000-ഓളം പദ്യഗ്രന്ഥങ്ങൾ, 1200-ഓളം ഗദ്യഗ്രന്ഥങ്ങൾ, 50-ഓളം നോവലുകൾ. ഇപ്പോൾ നമ്മുടെ ഇന്ദുലേഖ പബ്ലിഷ് ചെയ്യുന്നതിനും കുറച്ച് മുമ്പ് ചാർ ദർവേഷ് എന്ന നോവൽ അറബി മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 6000-ഓളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മലയാളം അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെയിൻ സ്ട്രീം ലിറ്ററേച്ചർ എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക, അതിനേക്കാൾ കൂടുതലാണ് ഒരർത്ഥത്തിൽ അത്. പക്ഷെ അതൊന്നും നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല. ഒരുപക്ഷെ കണ്ടുകിട്ടിയതിലധികം കൃതികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. കാരണം മുഹിദ്ദിമാല ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിപക്വമായൊരു ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതിനു മുമ്പും കൃതികൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്തുകൊണ്ടും മുഹിദ്ദിമാല അല്ലെങ്കിൽ റിഫായി മാല ഇത്തരം മാലപ്പാട്ടുകൾ ബാക്കിയായി എന്നൊരു ചോദ്യമുണ്ട്. ഇത് ഖാദിരിയ തരീക്കത്തിൻ്റെ ഒരു പാഠപുസ്തകമാണ്. ആ അർത്ഥത്തിൽ അത് വാമൊഴിയിലൂടെ അതിജീവിക്കുകയാണ് ചെയ്തത് മുഹിദ്ദിമാല. അതുപോലെ തന്നെ തമിഴിൽ നമുക്കറിയാം, അറബി തമിഴിൽ മുഹിദ്ദീൻ പുരാണമുണ്ട്, അവിടെയും മുഹിദ്ദീൻ മാലൈ ഉണ്ട്, ഒരുപാട് കൃതികളുണ്ട്. ഇതിനെക്കുറിച്ച് ചില PhDകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അറബി മലയാളം എന്നത് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലും വിദേശ യൂണിവേഴ്സിറ്റികളിലും എനിക്ക് ധാരാളം പേരുകൾ പറയാൻ പറ്റും. പുറത്ത് ഇപ്പോൾ കീലി സൂട്ടൻ അല്ലെങ്കിൽ ഒഫീറ, ഇങ്ങനെ പലരും അറബി മലയാളത്തെക്കുറിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അറബി മലയാളം എന്നത് ഇന്ന് നമ്മുടെ അക്കാഡമിക് വൃത്തത്തിൽ വലിയൊരു സബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. വേറൊരു ഭാഷയുടെ ലിപി സമ്പ്രദായം ഉപയോഗിച്ച് മലയാളം എഴുതുന്നു. നമുക്ക് അറബി മലയാളത്തെ വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും: പരിഷ്കരിച്ച അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച് മലയാളം എഴുതുന്ന ലിപി സമ്പ്രദായം. കാരണം മലയാളത്തിന് ഒരു 2-3 നൂറ്റാണ്ട് പിന്നിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ ലിപി സമ്പ്രദായമല്ല ഉണ്ടായിരുന്നത്. വട്ടെഴുത്ത്, കോലെഴുത്ത്, ഗ്രന്ഥാലിപി, അറബി മലയാളം, കർസോനി എന്ന് പറയുന്നത് സുരിയാനി മലയാളമാണ് ക്രൈസ്തവ സമൂഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതിലും ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ മുഖ്യധാര ഇതൊക്കെ സ്വീകരിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ബ്രിട്ടീഷുകാർ ഇവിടെ സ്കൂളുകളും കോളേജുകളൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നിർമ്മിക്കണം. ഈ സമയത്ത് അവർ പ്രധാനമായും മലയാള പുസ്തകങ്ങൾ രചിക്കുന്നതിന് അല്ലെങ്കിൽ സിലബസിലേക്ക് പുസ്തകങ്ങൾ നിർദ്ദേശിക്കുന്നതിനൊക്കെ ആശ്രയിച്ചിരുന്നത് ഒന്ന് കേരളവർമ്മ വലിയ തമ്പുരാനെയാണ്. തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം മലയാളം അറിയാം, സംസ്കൃതം അറിയാം. ഇങ്ങനെ അറബി മലയാളമോ കർസോനിയോ ഇത്തരം ഭാഷയുടെ ഈ ലിപി സമ്പ്രദായങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങളെ പൊതുവാക്കി മാറ്റുകയും ബാക്കിയെല്ലാം സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രഘട്ടം നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ്. അതോടുകൂടി സംഭവിച്ചത്, അതിനു മുമ്പ് ഇവിടെ ഒരു കോമൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലിപി സമ്പ്രദായം ഇല്ല. കാരണം നമ്പൂതിരിമാർ സംസ്കൃതം ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ കർസോനി ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ സുരിയാനി അക്ഷരം ഉപയോഗിച്ച് മലയാളം എഴുതുന്ന ലിപി സമ്പ്രദായം. അതേപോലെ തന്നെ സവർണ മധ്യവർഗത്തിൽപ്പെട്ടവർ നായർ, മേനോൻ, നമ്പ്യാർ, മാരാർ ഇങ്ങനെ പോകുന്ന സമുദായങ്ങൾ ഇന്നത്തെ നമ്മൾ പറയുന്ന എഴുത്തച്ഛൻ മലയാളം ഉപയോഗിക്കുന്നു. മുസ്ലിങ്ങൾ അറബിയും അറബി മലയാളവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ 100 കണക്കിന്, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ എൻ്റെ ഒരു ഗവേഷണ പ്രബന്ധം മലപ്പുറം ജില്ലയിൽ മാത്രം അറബിയിൽ രചന നടത്തിയവരെ കുറിച്ച് ഞാനൊരു പേപ്പർ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പൊന്നാനി പണ്ഡിതന്മാർ, അവർ മക്തൂമിങ്ങൾ 10ഉം 20ഉം ഗ്രന്ഥങ്ങളൊക്കെ അറബിയിൽ രചിച്ചവരാണ്. അറബി അന്നത്തെ ഒരു കോസ്മോപൊളിറ്റൻ ലാംഗ്വേജാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അവർ അറബി മലയാളം ഉപയോഗിക്കുന്നു. ഇപ്പോൾ CH മുഹമ്മദ് കോയയുടെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്: മുസ്ലിം സ്ത്രീകൾ ഒരിക്കലും നിരക്ഷരികളായിരുന്നില്ല എന്ന്. കാരണം അവർക്ക് അറബി മലയാളം അറിയാം, അതിൽ കത്തെഴുതുന്നുണ്ട്, എല്ലാ വ്യവഹാരങ്ങളും അതിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപിലേക്കൊക്കെ പോയാൽ ഈ അടുത്ത കാലം വരെ അവർ അറബി മലയാളം എഴുതാനും മറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വായിക്കാൻ പറ്റില്ല. ഇത് മലയാളമാണ്. കാരണം ഇതൊരിക്കലും അറബിയല്ല. കാണുമ്പോൾ അറബിയാണെന്ന് തോന്നും, പക്ഷേ ഇത് മലയാളമാണ്. അതിലുള്ള കൃതികൾ ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ, അതേപോലെ തന്നെ ഫറൂഖ് കോളേജ് ലൈബ്രറിയിൽ, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ CHR-ൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു.
അതിൽ എല്ലാ വൈജ്ഞാനിക മേഖലകളും ഉണ്ട്. എനിക്ക് ഒരു സവിശേഷമായി തോന്നിയൊരു കാര്യം, ഇപ്പോൾ അഷ്ടാംഗ ഹൃദയം എന്ന കൃതിയുടെ ട്രാൻസ്ലേഷൻ അറബി മലയാളത്തിലുണ്ട്. അതേപോലെ തന്നെ സംസ്കൃതം പഠിക്കാനുള്ള നിഘണ്ടു അറബി മലയാളത്തിലുണ്ട്. വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനേകമുണ്ട്. പിന്നെ അതേപോലെ തന്നെ സഞ്ചാര സാഹിത്യം, സർക്കീട്ട് പാട്ടുകൾ എന്ന പേരിൽ ഭദ്രാവതി സർക്കീട്ട് പാട്ട്, ബത്തേരി സർക്കീട്ട് പാട്ട്, ഇങ്ങനെ അനേകം കൃതികൾ ഈ ലിപി സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഭാഷയല്ല, ഒരു ലിപി സമ്പ്രദായമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ സമ്പന്നമായ ഈ ഭാഷയിൽ എഴുതപ്പെട്ട ഈ കൃതികളെ നമുക്ക് മലയാളത്തിലേക്ക് ലിപ്യന്തരണം നടത്തിയാൽ തീർച്ചയായിട്ടും മലയാള സാഹിത്യം സമ്പന്നമായി മാറും. അങ്ങനെയാണ് ഞാൻ പറയുക. അപ്പോൾ ഇതിൽ കുറേ വ്യക്തികളുടെ സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാരശ്ശേരി മാഷിൻ്റെ ഗവേഷണ പ്രബന്ധമായിരുന്ന മോയിൻകുട്ടി വൈദ്യരെക്കുറിച്ച്. മോയിൻകുട്ടി വൈദ്യർ 6ഓളം ഭാഷകൾ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ രചനയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, മണിപ്രവാള സാഹിത്യം സംസ്കൃതവും മണിപ്രവാളമാണ്. ഇപ്പോൾ പാട്ട് പ്രസ്ഥാനത്തിലാണെങ്കിൽ മലയാളവും തമിഴുമാണ് ഏറെക്കുറെ, അല്ലേ? അത് രണ്ടും ഇടകലർന്നൊരു ഭാഷ. പക്ഷേ മോയിൻകുട്ടി വൈദ്യർ തമിഴ് ഉപയോഗിച്ചിട്ടുണ്ട്, പേർഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഉറുദു ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അറബി ഉപയോഗിച്ചിട്ടുണ്ട്, മലയാളം ഉപയോഗിച്ചിട്ടുണ്ട്. കാരശ്ശേരി മാഷ് പറയുന്ന ഇംഗ്ലീഷ് പദങ്ങളും ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 1/2 ഡസൻ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്ത് മറ്റൊരു കവിയും ഇതേപോലെ 6 ഭാഷകൾ ഇടകലർത്തി കവിത എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ രീതിയിൽ മോയിൻകുട്ടി വൈദ്യർ ഇപ്പോഴും പഠിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് എനിക്ക് സംശയമാണ്. കാരണം നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും അദ്ദേഹം മാപ്പിളക്കവി എന്നാണ് പറയുന്നത്. ഈ മാപ്പിളക്കവി എന്ന പ്രയോഗം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ പിള്ള സാഹിത്യമില്ല, നായർ സാഹിത്യമില്ല, അങ്ങനെയൊന്നുമില്ല. എന്തിന് നമ്മൾ മോയിൻകുട്ടി വൈദ്യരെ ഒരു മാപ്പിളക്കവി എന്ന് വിശേഷിപ്പിക്കണം? അദ്ദേഹം മലയാള കവിയാണ്. അദ്ദേഹത്തിൻ്റെ ബദറുൽ മുനീർ റൂസുനുൽ ജമാൽ എന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ ഒരു കാൽപ്പനിക കാവ്യമാണ്. അതും സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് വായിക്കാവുന്നൊരു കൃതിയാണ്. അതിൽ നായികയാണ് മുൻകൈ എടുക്കുന്നത് ഒളിച്ചോട്ടത്തിനും എല്ലാ കാര്യത്തിനും. അതിൽ പ്രണയമുണ്ട്, അതേപോലെ തന്നെ ഒരു നവോത്ഥാന അംശമുണ്ട്. ഞാൻ അങ്ങനെയാണ് പറയുക. അപ്പോൾ ആ രീതിയിലുള്ള റീഡിങ്ങുകൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ സമയപരിമിതി മൂലം കൂടുതൽ സംസാരിക്കുകയല്ല. അടുത്തതായി താങ്കൾ. ഞാൻ മാഷ് പറഞ്ഞതിന് ചില 1-2 കാര്യങ്ങളുള്ള ചെറിയ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പൊതുവിൽ അറബി മലയാള സാഹിത്യത്തെ നമ്മൾ ഒരു പുതിയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻസ് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അറബി മലയാള സാഹിത്യം പ്രാദേശിക സാഹിത്യം മാത്രമാണ് എന്ന് പറയുന്നൊരു വാദഗതിയെ പൊളിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ അറബി മലയാളം, അറബി തമിഴ്, അറബി കന്നഡ, അറബി മലേഷ്യ, ഈ വടക്കേ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ, ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ഭാഗമായി സുറിയാനി മലയാളം എങ്ങനെ രൂപപ്പെട്ടു വന്നുവോ അതുപോലെ ഒരു സാംസ്കാരിക സഹവർത്തിത്വത്തിൻ്റെ ഭാഗമായി അറബി മലയാളം രൂപപ്പെട്ടു വന്നതിനെക്കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻസ് കാരശ്ശേരി മാഷ് ഇതിൽ നടത്തുന്നുണ്ട്. മാഷ് അതിന് സാധുവായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനുള്ളിലൂടെ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾക്ക് ഇത് കൊടുത്തൊരു ഊർജ്ജമാണ്. ആൻറ്റി കൊളോണിയലായി മാറുന്നത് എങ്ങനെ? ഇപ്പോൾ യേശുദാസിലൂടെ മോയിൻകുട്ടി വൈദ്യർക്ക് ഒരു പുനർജന്മം കിട്ടിയിട്ടുണ്ട്. യേശുദാസ് അതിമനോഹരമായത് പാടിയിട്ടുണ്ട്. കലോത്സവങ്ങളിൽ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾക്ക് ധാരാളം ആരാധകരുണ്ട്. കുട്ടികൾ മാപ്പിള പാട്ടുകൾ മോയിൻകുട്ടി വൈദ്യരുടെ ഹർബ് നരർ, ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇശലുകളിൽ അപൂർവമായ ഒരു ഇശലാണ് അത്. അറബിക്കര എന്ന മറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന് നമുക്ക് തോന്നുന്ന ഭാഷയുടെ സ്ട്രക്ചറിനുള്ളിൽ നിന്ന് മോയിൻകുട്ടി വൈദ്യർ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ കൊണ്ടോട്ടി തങ്ങളുടെ തന്നെ അസൈഫുൽ ബത്താറൊക്കെ ഉണ്ടല്ലോ, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ സമരം നടത്തുന്ന ആഹ്വാനം. പക്ഷേ ദൗർഭാഗ്യകരമായൊരു കാര്യം, ഞാനത് അന്വേഷിച്ച് കൊണ്ടോട്ടിയിൽ ചെന്നു. കൊണ്ടോട്ടിക്കാർക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. അത് ഈ ചർച്ചയിൽ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ നിരാശപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ അസൈഫുൽ ബത്താർ നടത്തിയ തങ്ങളുടെ ആ പ്രഖ്യാപനം ഇന്ന് നമുക്ക് ഉണ്ട്. അങ്ങ് പറഞ്ഞ പോലെ വിദേശ സർവകലാശാലകളുണ്ട്, പക്ഷേ തദ്ദേശീയരായ നമുക്കതിനെക്കുറിച്ചിട്ടുള്ള ധാരണ വളരെ കുറവാണ്. പക്ഷെ ചാലിയം കോട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരാട്ടത്തിൻ്റെ പുസ്തകം ഇപ്പോൾ മലയാളത്തിൽ ലഭ്യവുമാണ്. ധാരാളമായി ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞിമരക്കാരുടെ കുറിച്ചിട്ടുള്ള ആ പാട്ട്, കുഞ്ഞാലി 4 കുഞ്ഞാലിമാരിൽ ഒരാളായ കുഞ്ഞിമരക്കാരെ കുറിച്ചിട്ടുള്ള
ആ മാപ്പിളപ്പാട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ തരത്തിലുള്ളൊരു ആൻറ്റി കൊളോണിയലായിട്ടുള്ള സമര പാരമ്പര്യം കൂടി അറബി മലയാളത്തിനുണ്ട് എന്ന് ഒരുപക്ഷെ അപൂർവമായി മലയാളത്തിൽ ഞാൻ അത്ര ശക്തമായി ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ള കൃതികൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ തന്നെ സലാസിൽ എന്ന പുസ്തകം ഒരു തെറാപ്യൂട്ടിക് വായന നടത്തിയപ്പോൾ, ഒരു ഔഷധവിദ്യയുടെ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു വായന നടത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണിത്. ഇപ്പോൾ മലപ്പുറം പടപ്പാട്ട് പാടിക്കൊണ്ട് മലബാർ കലാപത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പോരാളികൾ പോകുന്നു. ഇതിൽ തന്നെ വളരെ രസകരമായൊരു സന്ദർഭമുണ്ടല്ലോ. സാക്ഷാൽ ബദർ യുദ്ധം നടന്ന ഭൂമിയിൽ കാരശ്ശേരി മാഷ് ചെല്ലുന്നു, സൗദി അറേബ്യയിൽ. അപ്പോൾ ബദർ യുദ്ധസ്ഥലത്ത് ജിദ്ദയിലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ബദർ കഥ പറഞ്ഞു കൊടുക്കുന്നു. അത് ആയിരക്കണക്കിന് ആയിരത്തിലേറെ മുസ്ലിം ഭടന്മാർ 300ഓളം വരുന്ന ഖുറൈശി ഭടന്മാരെ പോരാടി തോൽപ്പിച്ചു എന്ന് കഥ പറയുമ്പോൾ വിടർന്ന കണ്ണുകളോടെയും ഞെട്ടലോടെയും കാരശ്ശേരി മാഷ തിരുത്തി കൊടുക്കുന്നു. അങ്ങനെയല്ല, 300 മുസ്ലിം ഭടന്മാർ 1000ഓളം വരുന്ന ഖുറൈശി ഭടന്മാരെ പരാജയപ്പെടുത്തി. അപ്പോൾ അയാളത് സമ്മതിക്കാൻ തയ്യാറല്ല. ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പ്രാദേശികമായിട്ടുള്ളൊരു പണ്ഡിതൻ ചോദിക്കുമ്പോൾ ഇത് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട് മനപ്പാടമാക്കിയ മലയാളികൾക്ക് മിക്കവർക്കും ഇതറിയാമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക നാഡിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞതുപോലെ ഇത് ഒരു മതപക്ഷ സാഹിത്യമാണ് എന്ന് വായിക്കപ്പെടുന്നൊരു അപകടകരമായ സാഹചര്യം ഇപ്പോഴുണ്ട്. അത് ഈ മാപ്പിള രാമായണം കരുണാകരൻ മാഷിൻ്റെ ഒരു വെളിച്ചത്തിലാണല്ലോ കാരശ്ശേരി മാഷ് പഠിക്കുന്ന കാലത്ത് അന്വേഷിച്ചു പോകുന്നത്. മാപ്പിള രാമായണത്തെക്കുറിച്ചിട്ടുള്ള കണ്ടെത്തൽ തന്നെ ഇപ്പോൾ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മാഷും അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ രാമ 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 എന്ന അധ്യാത്മരാമായണ സ്വരത്തെ ലാമ 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 രാവണൻ്റെ പെങ്ങളുമ്മ ശൂർപ്പണഹ ബീവി എന്നൊക്കെ പറയുന്ന തരത്തിൽ എഴുതുകയും പാടുകയും വാങ്മയ സാഹിത്യമായി നിലനിൽക്കുകയും ചെയ്തൊരു സമ്പന്ന പാരമ്പര്യമുള്ള അറബി മലയാള സാഹിത്യം എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ സാഹിത്യമാണ് എന്ന് സത്യത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ പരിമിതികൾ പറയുമ്പോൾ തന്നെ, അതായത് ഇത് കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾക്ക് പ്രേരണ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ മതേതര സാഹചര്യത്തെ, മതനിരപേക്ഷം എന്നല്ല, അതൊരു റാഷണൽ സെക്യുലറിസം അല്ല, സെക്യുലറിസ്റ്റ് പെർസ്പെക്റ്റീവിനെ വികസിപ്പിച്ചെടുക്കുന്നതിന് ഈ കൃതി വളരെ വലിയ സഹായം. അതിനൊരു അനുഭവം ഇപ്പോൾ MTയുടെ ഓളവും തീരവും പിൽക്കാലത്ത് വരുമ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ തന്നെ ഒയ്യേ എനിക്കുണ്ട് എന്ന ഇഷലിലൊരു പാട്ട് അതിൽ പ്രകടമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും ചൊല്ലണ് കല്ലാണ്, അതിനുള്ളിൽ അറബി മലയാളത്തിൻ്റെ ടോൺ വരുന്നുണ്ട്. രാഘവ മാസ്റ്ററുടെ എത്രയോ പാട്ടുകളിൽ ഈ നാടോടിത്തം വരുന്നുണ്ട്. വയലാറ് പോലും ഇന്ന് തന്നെയും മലയാള സിനിമയുടെ ഉള്ളിൽ ഈ അറബി മലയാള സാഹിത്യം എന്നുള്ളത് ഒരു ജനറൽ മലയാള സാഹിത്യമായി വികസിച്ചു വരുന്ന തരത്തിലുള്ള സാമൂഹിക അന്തരീക്ഷമുണ്ട്. അത് സാറ് പറഞ്ഞതുപോലെ അനേകം കുട്ടികളിപ്പോൾ ഈ മേഖലയിൽ ഗവേഷണം ചെയ്യുന്നുണ്ട്. അത് മതാത്മകമായ ഗവേഷണമല്ല, മതനിരപേക്ഷമായ ഗവേഷണം തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ ചൂണ്ടൽ നടത്തുന്ന ഭാഗം ഇതിൽ വളരെ രസകരമാണ്. അതായത് ഇപ്പോൾ കാരശ്ശേരി മാഷ് പറയുന്ന ഒരു ഉദാഹരണം എനിക്കിത് വളരെ ഹൃദ്യമായി തോന്നി. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ ശങ്കരക്കുറുപ്പ് സാറും മൊയ്ത് മൗലവി ഒരുമിച്ച് ഇ കെ മൗലവി ഒരുമിച്ച് പഠിപ്പിക്കുന്നു. പക്ഷെ ഇവർക്ക് പരസ്പരം ഇവരുടെ മേഖലകളെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയുന്നത് ഇന്നൊരു ഞെട്ടലോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. മലപ്പുറം ജില്ലയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന മോയിൻകുട്ടി വൈദ്യർ സമകാലികരായ മറ്റ് കവികളുമായി എത്രത്തോളം ഇടപെട്ടിരുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പുലർത്തിയിരുന്ന ഒരു അതിര്, കൊറോണ കാലത്ത് നമ്മൾ ആരോഗ്യം മുൻനിർത്തിയിട്ട് നടത്തിയിരുന്ന അതിരിനേക്കാൾ വലിയ അതിരുകൾ പൊളിച്ച് ഒരു പുതിയ സാംസ്കാരിക ബഹുസ്വരതയിലേക്ക് വികസിച്ചതിൻ്റെ അടയാളം അറബി മലയാളത്തിൻ്റെ വളർച്ചയിൽ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ കാരശ്ശേരി മാഷ് നടത്തുന്ന മറ്റൊരു ഒബ്സർവേഷൻ കൂടി പറഞ്ഞാലാണ് അത് പൂർണ്ണമാവുക എന്ന് തോന്നുന്നു. അതായത് ഈ മദ്രസകളിൽ അറബി മലയാളം കുട്ടികളെ പഠിപ്പിക്കും. ഞാനും അങ്ങനെ പഠിച്ചിട്ടുണ്ട്. കാരശ്ശേരി മാഷ് 5ാം ക്ലാസ് പഠിച്ചതുപോലെ ഞാനും 5ാം ക്ലാസ് വരെ അറബി മലയാളം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് പിന്തുടരാൻ പറ്റും. ഞാൻ മോയിൻകുട്ടി വൈദ്യരുടെ ചില കൃതികളെങ്ങനെ അറബി മലയാളത്തിൽ തന്നെയാണ് വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ അറബി മലയാളം കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ അറബിയും പഠിക്കുന്നില്ല, മലയാളവും പഠിക്കുന്നില്ല എന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഒബ്സർവേഷൻ കാരശ്ശേരി മാഷ് നടത്തുന്നുണ്ട്. ഇത് സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ്.
രണ്ടാമത്തേത്, എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഗവേഷണാത്മകമായി ഇത് സർവകലാശാലകളടക്കമുള്ളവർ പഠിക്കേണ്ടതാണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ലിറ്റററി ആൻഡ് കൾച്ചറൽ വാല്യൂസ് ഓഫ് മാപ്പിള ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കാരശ്ശേരി മാഷ് എത്തുന്നത്. ഇന്ന് അനേകം പേർ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് 1607 എഴുതപ്പെട്ട ഈ മുഹീദ്ദീൻ മാല എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ വന്നു? അത് ഈ ത്വരീഖത്തിൻ്റെ സൂഫി ട്രഡീഷൻ്റെ ഭാഗമായി ചൊല്ലിയെത്തിയതാണ് ഖാദിരിയ. പക്ഷേ 990 ശേഷം കേരളത്തിലടക്കം വേരുപിടിച്ചൊരു പുതിയ മതാത്മക രാഷ്ട്രീയം ഇതൊക്കെ മാറ്റിവെക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു മൈക്രോ പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ അപകടം പലപ്പോഴും ഇത് പാരായണം ചെയ്യരുത്, മൗലൂദുകളുടെ മനോഹാരിത നിങ്ങൾ ഉപയോഗിക്കരുത്, അത് ആരാധനാക്രമത്തിലേക്ക് വരികയാണെന്നൊക്കെ പറയുന്ന ഒരു ഡിസ്കോഴ്സ് ഡെവലപ്പ് എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ആ ഡിസ്കോഴ്സിനെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ കൂടി നിന്നാൽ മാത്രമേ ഇനി അറബി മലയാള ലിറ്ററേച്ചറിനെ എസ്തെറ്റിക്കലായി മുന്നോട്ട് ഇപ്പോൾ ഞാൻ ചുരുക്കം ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ മൗലൂദുകളിൽ വളരെ ഖസീദത്തുൽ ബുർദ, ഈ ഖസീദത്തുൽ ബുർദ ഇപ്പോൾ ആലാപനം ചെയ്യാൻ അറിയുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഖസീദത്തുൽ ബുർദ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സൗന്ദര്യശാസ്ത്രം അറിയാമായിരുന്ന ഒരു വലിയ ബഹുജനം നാട്ടിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ ബാധിക്കുന്ന ഒരു അപകടമായി കൂടി, അതായത് മുസ്ലിം പോപ്പുലേഷൻ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു വർഗീയ ഹെജിമണി ഉണ്ടല്ലോ, അബോധമായ വർഗീയതയുടെ ഇടപെടൽ അറബി മലയാളത്തിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്നതിനെ കുറിച്ചുകൂടിയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒബ്സർവേഷൻ ഈ പുസ്തകത്തിൻ്റെ ഒരു പൊളിറ്റിക്സായി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. സിദ്ദീഖ് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യത്തിൽ തന്നെ തുടങ്ങാം. എനിക്ക് തോന്നുന്നത് അറബികൾ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ തദ്ദേശീയ ഭാഷയിലേക്ക് അവർ അറബി ലിപിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അറബി മലയാളം പോലെ തമിഴ്നാട്ടിൽ അറബി തമിഴുണ്ട്, അറബി ബംഗാളിയുണ്ട്, അറബി പഷ്തു ഉണ്ട്, അറബി കന്നഡയുണ്ട്, അതേപോലെ മാലിദ്വീപിലെ ഭാഷ, അനേകം ആഫ്രിക്കൻ ഭാഷകൾ, പല രാജ്യങ്ങളും, മലേഷ്യയിൽ, ഇവിടെയൊക്കെ അവരുടെ തദ്ദേശീയ ഭാഷകളെ അറബി ലിപിയിൽ എഴുതുവാൻ അറബികൾ ശ്രമിച്ചിട്ടുണ്ട്. അറബികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഷ വികസിച്ചതായി കാണാം. ഇപ്പോൾ അറബി മലയാളത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇത് അറബികൾ രൂപപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഇവിടെ രൂപപ്പെട്ടതാണോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയപരിമിതിയുണ്ട്. ഇപ്പോൾ സിദ്ദീഖ് പറഞ്ഞ മറ്റൊരു കാര്യം ആൻറ്റി കൊളോണിയൽ എന്ന എലമെൻ്റാണ്. അത് വളരെ ശക്തമായിട്ട് അറബി മലയാളത്തിലുണ്ട്. ഇപ്പോൾ മുഹീദ്ദീൻ മാല എഴുതിയ ഖാലി മുഹമ്മദ്, അദ്ദേഹം 100-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതി കുത്തുബത്തുൽ ജിഹാദ് എന്ന കൃതിയാണ്. എന്ന് പറഞ്ഞാൽ ജിഹാദിന് വേണ്ടിയുള്ള, ധർമ്മസമരത്തിന് വേണ്ടിയുള്ള പ്രഭാഷണങ്ങളാണത്. ആ പുസ്തകം ആൻറ്റി കൊളോണിയലാണ്, പോർച്ചുഗീസുകാർക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ മറ്റുമാണ് അതിലുള്ളത്. അതേപോലെ തന്നെ അറബി മലയാളത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിനെക്കുറിച്ച് ആദ്യം പഠിച്ചത് ഫോസറ്റാണെന്ന്. ഫോസറ്റ് എന്തുകൊണ്ട് ആൻറ്റി ക്വയറിയിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതി, അല്ലെങ്കിൽ എന്തുകൊണ്ട് പഠിക്കാൻ തയ്യാറായി എന്നൊരു ചോദ്യമുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ തദ്ദേശീയമായിട്ടുള്ള അവർക്കെതിരെ വരുന്ന ലിറ്ററേച്ചറും എല്ലാ കാര്യങ്ങളും അവർ പഠന വിധേയമാക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി അവർ അതാത് സമയങ്ങളിൽ അയക്കുന്നുണ്ട്, അവരുടെ എന്താ പറയുക മുകൾ ഭരണാധികാരികൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മലപ്പുറം പടപ്പാട്ട്, നിങ്ങൾ സൂചിപ്പിച്ച മലപ്പുറം പടപ്പാട്ട്, ഇത്തരം കൃതികൾ ഇവർ ഈ മലബാർ സമരത്തിലും മറ്റും പങ്കെടുക്കുമ്പോൾ അവർ ആലപിക്കുന്ന കൂടി ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ മൗലൂദുകളെ കുറിച്ച് പറഞ്ഞു. മൗലൂദൊക്കെ പാരായണം ചെയ്തിട്ടാണ് അവർ പലപ്പോഴും സമരത്തിന് പോകുന്നത് ഇത്തരം കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതിന് എപ്പോഴും ഒരു ആൻറ്റി കൊളോണിയൽ എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മറ്റേ അതും പോർച്ചുഗീസ് വിരുദ്ധ കാവ്യമാണ്. അസൈഫുൽ ബത്താർ, തീർച്ചയായിട്ടും മൂർച്ചയുള്ള വാൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് മാത്രമല്ല, കോട്ടുപള്ളി കുഞ്ഞിമരക്കാർ ഷഹീദ് ഒരു മാലപ്പാട്ടുണ്ട്, അതും ആൻറ്റി കൊളോണിയലാണ്. ഇവരൊക്കെ തന്നെ ഷഹീദായവർ എങ്ങനെയാണ് ഷഹീദായത്, രക്തസാക്ഷിയായെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ബ്രിട്ടീഷ് വിരുദ്ധ അല്ലെങ്കിൽ പോർച്ചുഗീസ് വിരുദ്ധ, ഡച്ച് വിരുദ്ധ സമരങ്ങളിലാണ് ഇവർ. ഇപ്പോൾ ഡച്ച് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ഏറെയൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയ ചില ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അറക്കൽ ആയിഷ എന്ന കഥാപാത്രം. MGS ഒക്കെ പറയുന്നത് പോർച്ചുഗൽ ഭാഷയിൽ അവരെക്കുറിച്ചൊരു കാവ്യമുണ്ട് എന്നാണ്. അതൊരു വലിയൊരു ചർച്ചയാണ്. ഇതുവരെ അത് മലയാളത്തിലേക്ക് വന്നിട്ടില്ല. പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതിയ ഒരു സ്ത്രീയുടെ കഥയാണ് അതിൽ പറയുന്നത്.
ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പോവല്ല, കാരണം സമയം വല്ലാതെ പരിമിതിയുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അറബി മലയാളം എന്നത് ഒരു ഭാഷ അത് ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, അങ്ങനെ പലപ്പോഴും ഒതുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതൊരു എന്തോ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അറബി മലയാളം എന്ന് പറഞ്ഞാൽ തന്നെ അത് മതപരം, സമം മതപരം എന്ന് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. അതിലിപ്പോൾ പുലിക്കോട്ടിൽ ഹൈദർ അദ്ദേഹം അനേകം കൃതികൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ മോയിൻകുട്ടി വൈദ്യർ, ഇവരുടെ കൃതികൾ നരിനായാട്ടും അല്ലെങ്കിൽ തീവണ്ടിയെക്കുറിച്ചുള്ള കാവ്യവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മതേതരം എന്ന് പറയുന്ന തരത്തിലുള്ള കൃതികൾ അതിനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചു, ഇപ്പോൾ മോയിൻകുട്ടി എഴുത്തച്ഛൻ തുഞ്ചൻ പറമ്പിൽ അല്ലെങ്കിൽ തിരൂരിൽ ജീവിക്കുന്നു. ചമ്പ്രവട്ടം പാലത്തിന് അപ്പുറം പൊന്നാനിയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ജീവിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അന്ന് പൊതുമണ്ഡലം രൂപപ്പെട്ടിട്ടില്ല. EK മൗലവിയും G ശങ്കരക്കുറുപ്പും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അവരൊന്ന് ചിലപ്പോൾ ചായ കുടിക്കാനും പോകുന്നുണ്ടാവും. പക്ഷേ EK മൗലവി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ കാര്യമാണെന്ന് ഒരുപക്ഷെ ഇദ്ദേഹം അറിയുന്നില്ല. അത് നമ്മുടെ പൊതുമണ്ഡലത്തിൻ്റെ ചില പ്രശ്നങ്ങളാണിത്. കാരണം നമുക്ക് ചില അറകളുണ്ട്, ഇപ്പോഴും ഉണ്ട്, അതിപ്പോഴും പോയിട്ടില്ല. കാരണം അറബി മലയാളം കേരളത്തിൽ ആരാ PhD എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരേറെ. പക്ഷേ ഇതല്ല പുറത്തു പോകുമ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിൽ സ്കോട്ട്ലാൻഡിൽ ഒരു കോൺഫറൻസിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ഒഫീറ തന്നെ, അവർ ഇസ്രയേലിയാണ്, ഹീബ്രു ആണ് അവരുടെ ഭാഷ. മൊഹിദ്ദീൻ മാല ഹീബ്രു ഭാഷയിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയുള്ള എല്ലാവരും എല്ലാം പഠിക്കുന്നു. അത്തരം ഒരു പൊതുബോധത്തിലേക്ക് പോലും നമ്മൾ എത്തിയിട്ടില്ല. അതൊരു വാസ്തവമാണ്. നമ്മുടെ പൊതുമണ്ഡലം, നമ്മുടെ മതേതര ബോധം, ഇവയൊക്കെ തന്നെ നമുക്ക് ഇനിയും പുനർവായിക്കേണ്ട അവസ്ഥകളുണ്ട്. ഞാൻ അതിലേക്ക് സമയം കഴിഞ്ഞു, പരിമിതിയുണ്ട് സമയത്തിൻ്റെ. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കാൻ അവസരമൊരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക്, അതേപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രസാധകരായ ഫിംഗർ ബുക്സിന് എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കൊണ്ടോട്ടിയിൽ നിന്ന് കിട്ടിയില്ല, കൊണ്ടോട്ടിക്കാരൻ മൊത്തം ആക്ഷേപിച്ചല്ല കേട്ടോ. ഞാൻ ചെന്ന സ്ഥലത്ത് എനിക്ക് ഇത് ലഭ്യമായി. അത് വൈദ്യർ സ്മാരകത്തിൽ പോയാൽ ഒരുപക്ഷെ കിട്ടിയേക്കും. ഞാൻ അവിടെ പോയില്ല, ഞാൻ അവിടെയാണ് എല്ലാം ഉള്ളത്. 1000-ലധികം കിടന്നത്. സ്ഥലത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ പോയാൽ കിട്ടുമായിരുന്നു എല്ലാ പുസ്തകങ്ങളും. അവിടെ 1000-ലധികം പുസ്തകങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫറൂഖ് കോളേജ് ലൈബ്രറിയിൽ 700ഓളം അറബി മലയാളം ടെക്സ്റ്റുകളുണ്ട്. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ CHR ഒരുപാട് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പ്രിൻറ്റിങ്ങിൽ വരാത്ത മാനുസ്ക്രിപ്റ്റുകളും ധാരാളം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മേഖലയിൽ ധാരാളം വർക്കുകൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മലയാള ലിപിയിലേക്ക് ലിപ്യന്തരണം നടത്തിയാൽ നമ്മുടെ ഭാഷയാണ് സമ്പന്നമാവാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു വരും കാലം നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി സിദ്ദിഖ് സാർ, അസീസ് സാർ. ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.